അപ്പോൾ ഇന്നത്തെ ഒരു എൻഗേജ്മെൻറ്റ് ഡേ വ്ളോഗാണ് കേട്ടോ. അമ്പടിയത്തെ ബസ്സൊക്കെ പിടിച്ചിരിപ്പുണ്ട്. ഇന്ന് ഓൺലൈൻ ഡെലിവറി ആയതായിരുന്നു കേട്ടോ. പിന്നെ അത് നിലത്ത് വെക്കുന്ന കണ്ടില്ല, അതിനെ കൊണ്ടുള്ള കളിയായിരുന്നു. അങ്ങനെ ഒരു 11 മണി കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ മാമൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മാമൻ്റെ മോളുടെ എൻഗേജ്മെൻറ്റ് ഡേ ആണ്. ആക്ച്വലി റിംഗ് എക്സ്ചേഞ്ച് അല്ല, പകരം വളയിടൽ ചടങ്ങാണ് കേട്ടോ. അപ്പോൾ അവളിതാ റെഡിയായി നിൽപ്പുണ്ട്. നല്ല ഹെയർ സ്റ്റൈലും ഒക്കെ ചെയ്ത് നല്ല അടിപൊളി മേക്കപ്പ് ഒക്കെ ആയിരുന്നു കേട്ടോ. നമുക്കറിയുന്ന വീടിനടുത്തുള്ള ഒരു കുട്ടിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളിങ്ങനെ സംസാരിക്കുന്നതൊക്കെ വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. എൻ്റെയൊക്കെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ അമ്പാടി നോക്കുമ്പോഴത്തേക്കും ബസ്സിനെ കൊണ്ട് ഇവിടുന്ന് കളിയും കാര്യങ്ങളൊക്കെയാണ്. ശ്രീമോളും പിന്നെ രമ്നിയൊക്കെ അവിടുന്ന് കളിക്കുമായിരുന്നു കേട്ടോ അമ്പാടീനൊപ്പം. അപ്പോൾ ഞാനിതാ ആര്യനെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാൻ നോക്കുമ്പോഴത്തേക്കും അവിടുന്ന് ചിഞ്ചി ചേച്ചീൻ്റെ മോനാണ്. ഭയങ്കര കുറുമ്പാണ് കേട്ടോ. കളിയും കാര്യങ്ങളൊക്കെയാണ് അവിടുന്ന്. അങ്ങനെ ആര്യൻ്റെ ഹെയർ സ്റ്റൈൽ നല്ല രസമുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു എക്സ്റ്റൻഷൻ ഹെയറൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു കോസ്റ്റ്യൂമും ആയിരുന്നു കേട്ടോ ഇട്ടത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ആൾ വരുന്നത് കാത്തിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അജേട്ടനും ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ താഴെയുണ്ട്. ഞാൻ ജസ്റ്റ് മേലിൽ നിന്ന് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഒട്ടും പ്ലാനല്ല, പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കാം എന്ന് കരുതി. വെറുതെ മിസ് ചെയ്യണ്ട, ഇവിടെ പരിപാടിയിൽ പങ്കെടുക്കാത്തവർക്കൊക്കെ കാണാമല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ അമ്പാടി ഇത് ഇവിടുന്ന് ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിവിടെ ഇരിക്കുമ്പോഴത്തേക്കും നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ് കേട്ടോ. ഒരു 12:15 12:30 ആയിട്ടുണ്ടാവും അവരെത്തുമ്പോഴത്തേക്കും കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതൊക്കെ നേരെ വരാന്തയിലേക്ക് വന്ന് നിൽക്കുകയാണ്. അവർ വരുന്നതും കാത്തിട്ടോ കേട്ടോ. അങ്ങനെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ അവിടുന്ന് കൂൾ ഡ്രിങ്ക്സും ചെറിയ തരത്തിലുള്ള സ്നാക്സൊക്കെ കഴിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും ഇവിടെ സ്റ്റേജിൽ നമ്മുടെ വിളക്കൊക്കെ കൊളുത്തി അവിടെ ഇലയിൽ നായയും അരിയൊക്കെ വെച്ച് സെറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഞാനും ശ്രീമോളും അമ്പാടിയും ഇത് അവിടുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചൂടായത് കാരണം അവർ വന്ന് കയറി പിന്നെ കൂൾ ഡ്രിങ്ക്സൊക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആര്യത സ്റ്റേജിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആര്യ ഇതാ സ്റ്റേജിൽ കയറി നിൽക്കുവാണെങ്കിലും അവൾ ചിരിച്ച് നിൽക്കുകയാണെങ്കിൽ ചെറിയൊരു ടെൻഷനൊക്കെ ഉള്ളിലുണ്ട് കേട്ടോ. അങ്ങനെ കട്ട വെയിറ്റിംഗ് ആണ് നമ്മൾ ഈ ഒരു ചടങ്ങ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റേജിൽ 1 by 1 ആയിട്ട് അങ്ങനെ ആര്യൻ്റെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് വന്ന കുറച്ച് പേരും അതേപോലെ മാമനും മാമിയും ഒക്കെ സ്റ്റേജിലേക്ക് കയറി നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വളയിടൽ ആരാന്ന് കറക്റ്റ് എനിക്കറിയില്ല വളയിട്ടത് കേട്ടോ. അവർ വന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല. അമ്മയൊക്കെ ഉണ്ടായിരുന്നു കൂടെ, കുറേ കുടുംബാംഗങ്ങളുമാരൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. ചേട്ടൻ്റെ വൈഫും ഉണ്ടായിരുന്നു എന്നറിയാം. അപ്പോൾ അച്ഛനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് എനിക്കറിയില്ല. അപ്പോൾ വളയുടെ ചടങ്ങാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് കേട്ടോ. അമ്മയാണ് ഈ കയറാൻ പോകുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മാമനും മാമിയും ഒക്കെ സ്റ്റേജിലേക്ക് കയറി നിൽക്കുകയായിരുന്നു കേട്ടോ.
കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആര്യൻ്റെ ചെറുക്കൻ്റെ പേര് സൗരവ് എന്നാണ് കേട്ടോ. അപ്പോൾ ആൾ വന്നിട്ടുണ്ടായിരുന്നില്ല. ആളുടെ വീട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വന്നു, വീടൊക്കെ കണ്ടു. അങ്ങനെ ആരെയും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരോടൊപ്പം ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയി. പിന്നെ നമ്മൾ ബാൽക്കണിയിലിരിക്കുമ്പോഴത്തേക്കും താഴെ നിന്ന് ഫുഡ് കഴിക്കുന്നവരൊക്കെ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ താഴത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ അവിടെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. ബാൽക്കണിയിലാണെങ്കിൽ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളെ വീട്ടിലത്ര നാട്ടിലുള്ള അത്ര വെയിലും ചൂടൊന്നും എനിക്ക് തോന്നിയില്ല. എന്നാലും ഇവിടെയൊക്കെ വയൽ ഏരിയ ആയതുകൊണ്ട് മരങ്ങളൊക്കെ കുറച്ച് കുറവാണ്. പിന്നെ നമ്മുടെ ഈ പന്തലിൻ്റെ ചൂടൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ താഴത്തേക്ക് ഇറങ്ങി. അമ്പാടി ഏട്ടനൊക്കെ ഇത് അവിടെ ഇരിപ്പുണ്ട്. അമ്പാടി ഗെയിം കളിക്കേണ്ട തിരക്കിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും ശ്രീമോളൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് താഴത്തേക്ക് പോയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് കരുതി. ഒരു 1:30 കഴിഞ്ഞ പിന്നെ കേട്ടോ. അങ്ങനെ ഈ ചൂടത്ത് ബിരിയാണിയും കൂടെ കഴിച്ച പിന്നെ ശരിക്കും ഞാൻ സൈഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടും അതിനിടയ്ക്ക് ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ അമ്പാടിയും ഉണ്ടായിരുന്നു കേട്ടോ സൈഡിൽ. അങ്ങനെ അവനും വാരി കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സെറ്റായി. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് പിന്നെ ആര്യൻ്റെ വളയൊക്കെ കാണിച്ചു തരുമായിരുന്നു കേട്ടോ. അവളുണ്ട് അവിടെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ആണെങ്കിൽ എനിക്ക് ഇത് മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യണം എന്നൊക്കെ ആയിട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് സമയം സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ ഇറങ്ങുവാന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീമോളും അമ്പാടിയൊക്കെ ഇതാ അങ്ങനെ ഞങ്ങൾ കയറി നേരെ നമ്മൾ സ്വന്തം വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ശ്രീമോൾ ഇതാ വീട്ടിലെത്തിയ പിന്നെ വാതിലൊക്കെ തുറന്ന് നമ്മൾ അകത്തേക്ക് പോയി. കുറച്ച് സമയം അവിടെ നിന്നു എന്ന് പറയാനില്ല. ആ ചേട്ടന് തിരക്കായിരുന്നു കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് കേട്ടോ. അങ്ങനെ ഏട്ടൻ ഒരു ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു മെഷീനും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. കാരണം നമ്മൾ റോഡരികിൽ എപ്പോഴും പോകുമ്പോഴത്തേക്കും ഇങ്ങനെ എന്താ പറയുക കരിമ്പിൻ ജ്യൂസ് സെറ്റ് ചെയ്യുന്നതൊക്കെ കാണാം. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് എന്താ ചെയ്യുന്നതെന്നൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല കേട്ടോ. അങ്ങനെ ഇന്നിപ്പം അതൊക്കെ നോക്കിയിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞു വീഡിയോ ആണ്, ഒട്ടും പ്ലാൻഡ് അല്ല. പിന്നെ എനിക്ക് ചെറിയൊരു എന്താ പറയുക മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാമെന്നുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാത്ത കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ കണ്ടോട്ടെ. പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരൊക്കെ കണ്ടോട്ടെ എന്നൊക്കെ കരുതിയിട്ടാണ് ഒരു കുഞ്ഞു വീഡിയോ ഞാൻ പെട്ടെന്ന് എടുക്കാമെന്നൊക്കെ വിചാരിച്ചത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജ്യൂസൊക്കെ റെഡിയായി. അതൊക്കെ കുടിക്കുമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.